ഹായ് ഹലോ, ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ ദ ഗിവിങ് ട്രീ എന്ന് പറയുന്ന ആ പിക്ചർ സ്റ്റോറി പഠിച്ചു അല്ലേ. അപ്പോൾ അതിൻ്റെ ആക്ടിവിറ്റീസുമായിട്ടുള്ള വീഡിയോ ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കുറച്ച് ആക്ടിവിറ്റീസേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ എടുത്ത വീഡിയോ ഇതിൻ്റെ മുന്നത്തെ വീഡിയോ ഉണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ ആക്ടിവിറ്റി 1 എന്താണ്? ഡിസ്ക്രൈബ് ഹൗ ദ ടൈറ്റിൽ ദ ഗിവിങ് ട്രീ ഈസ് സ്യൂട്ടബിൾ ഫോർ ദ സ്റ്റോറി. ഈ ഒരു കഥയ്ക്ക് എത്രത്തോളം ഈ ഒരു ഹെഡിങ് ടൈറ്റിൽ സ്യൂട്ടബിൾ ആണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. The giving tree is a very suitable for this story because the tree gives everything to the boy without expecting anything back. അല്ലേ, നമ്മൾ പഠിച്ചു ഈ ഗിവിങ് ട്രീ. ആ ട്രീ ഒന്നും ആ ആൺകുട്ടിയിൽ നിന്നും തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ എല്ലാം ആ ആൺകുട്ടിക്ക് നൽകുകയാണ് ചെയ്തത് അല്ലേ. ഇറ്റ് ഷോസ് ലവ് ആൻഡ് കൈൻഡ്നെസ് ബൈ പ്രൊവൈഡിങ് ഫ്രൂട്ട്, ഷെയ്ഡ് ആൻഡ് സപ്പോർട്ട്. അതെന്താണ്? അത് നമ്മളെ ആ ട്രീ ആ കുട്ടിക്ക് നൽകുമ്പോൾ ഫ്രൂട്ട്സും ഷെൽറ്ററും ഒക്കെ നൽകുമ്പോൾ, ഷെയ്ഡും ഒക്കെ നൽകുമ്പോൾ അതിലൂടെ സ്നേഹവും ദയയും ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ സ്റ്റോറി അബൌട്ട് ലവ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ്. ഈ ഒരു കഥ എന്ന് പറയുന്നത് മനോഹരമായിട്ടുള്ളൊരു സ്നേഹത്തിൻ്റെയും സുഹൃത്ത് ബന്ധത്തിൻ്റെയും ഒരു കഥയാണ്, സ്റ്റോറിയാണ്. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 2 എന്താണ്? ദ ട്രീ ഇൻവൈറ്റഡ് ദ മാൻ ടു സിറ്റ് ഡൗൺ ആൻഡ് ടേക്ക് റെസ്റ്റ് ഓൺ ഇറ്റ്സ് സ്റ്റംപ്. അല്ലേ, ഈ കഥയുടെ അവസാനം ആ മരം ആ മേനെ അല്ലേ ആ ഒരു മനുഷ്യനെ വിളിച്ചിട്ട് അവൻ്റെ ആ സ്റ്റമ്പിൽ ഇരിക്കാൻ പറഞ്ഞു, റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. ദ മാൻ ഡിഡ് സോ ആൻഡ് സ്റ്റാർട്ടഡ് തിങ്കിങ് അബൌട്ട് ദ ട്രീ. അപ്പോൾ മുതൽ അയാൾ ആ മരത്തിനെ കുറിച്ച് ആലോചിക്കാൻ തുടങ്ങി, തിങ്ക് ചെയ്യാൻ തുടങ്ങി. വാട്ട് വുഡ് ബി ഹിസ് തോട്ട്? എന്തൊക്കെയായിരിക്കും അയാളുടെ ചിന്തകളിലൂടെ പോയിട്ടുണ്ടാവുക? എങ്ങനെയെല്ലാം നമുക്ക് എഴുതാം? ഹോ മൈ ഗോഡ്, വാട്ട് ഫെയ്ത്ത്ഫുൾ ഫ്രണ്ട് ദിസ് ട്രീ ഹാസ് ബീൻ. അല്ലേ, എത്രയും സത്യസന്ധമായിട്ടുള്ള ഒരു ട്രീ ആയിരുന്നു എനിക്കിത്. വി ഹാവ് കൗണ്ട്ലെസ് മൊമെൻറ്റ് ടുഗദർ. ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് എണ്ണിയാൽ തീരാത്ത അത്രയും മൊമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഐ എയ്റ്റ് ഇറ്റ്സ് ഫ്രൂട്ട്സ്, ക്ലൈംബ്ഡ് ഇറ്റ്സ് ബ്രാഞ്ചസ് ആൻഡ് എൻജോയ്ഡ് ഷെയ്ഡ്. അല്ലേ, ഞാൻ ഇവരുടെ ഇതിൻ്റെ ഫ്രൂട്ട്സ് എത്ര കഴിച്ചിട്ടുണ്ട്, ഈ മരത്തിൽ എത്ര ബ്രാഞ്ചിൽ ഞാൻ തൂങ്ങിയിട്ടുണ്ട്, എൻജോയ് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ നിഴലിൽ ഞാൻ എത്ര എൻജോയ് ചെയ്തിട്ടുണ്ട്. നൗ ആസ് ഐ സിറ്റ് ഓൺ ഇറ്റ്സ് സ്റ്റം ഐ റിയലൈസ് ഹൗ മച്ച് ഇറ്റ്സ് ഗിവ് മീ. ഇപ്പോൾ ഞാനിത് എൻ്റെ സ്റ്റമ്പിലിരിക്കുമ്പോഴും ആണ് ഞാൻ യഥാർത്ഥത്തിൽ തിരിച്ചറിയുന്നത് എനിക്ക് എന്തെല്ലാം നൽകിയിട്ടുണ്ടെന്ന്. വൈ ഡിഡ് ഐ ടേക്ക് സോ മച്ച് വിത്തൗട്ട് ഗിവിങ് ബാക്ക്. പക്ഷെ എനിക്കൊന്നും എന്നിട്ടും ഞാൻ എന്ത് തിരിച്ച് നൽകാൻ കഴിഞ്ഞില്ല, എന്നും ഞാൻ തിരിച്ചു കൊടുത്തിട്ടില്ലല്ലോ. ഐ റിമെമ്പേർഡ് ദിസ് ട്രീ വാസ് ഹൗ മച്ച് ഇമ്പോർട്ടൻറ്റ് ഇൻ മൈ ചൈൽഡ്. ഞാനിപ്പോഴും ഓർക്കുകയാണ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്നു ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, പ്രാധാന്യമായിരുന്നു ഈ ട്രീക്ക് എൻ്റെ കുട്ടിക്കാലത്ത്. ഐ ഹാവ് ടേക്കൺ എവറിത്തിങ്. ഞാൻ ഇതിൻ്റെ എല്ലാം എടുത്തു. ബട്ട് ഇറ്റ് സ്റ്റിൽ ഇൻവൈറ്റ് മീ ടു റെസ്റ്റ്. പക്ഷെ ഞാൻ അതിൻ്റെ എല്ലാം എടുത്തിട്ടും അതിപ്പോഴും എന്നെ വീണ്ടും അതിൻ്റെ അതിൻ്റെ സ്റ്റമ്പിലിരുന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി എന്നെ ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ആക്ടിവിറ്റി 3 ആണ്, ലാസ്റ്റ് ആക്ടിവിറ്റിയാണ്. ഹിയർ ആർ സം ഇവൻറ്റ്സ് ഫ്രം ദ സ്റ്റോറി ദ ഗിവിങ് ട്രീ. ഈ ഗിവിങ് ട്രീയിലെ കുറച്ച് ഇവൻറ്റ്സ് ഇവിടെ തന്നിട്ടുണ്ട്. റീഅറേഞ്ച് ദ ജംബിൾഡ് സെൻറ്റൻസ് ഇൻ ദ കറക്റ്റ് ഓർഡർ. അപ്പോൾ അത് ഡിസോർഡർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അത് റീഅറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്, കറക്റ്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ദ ഓൾഡ് മാൻ റിട്ടേൺ ടു ദ ട്രീ, നൗ എ സ്റ്റംപ്. He need a house to live in. Years later, the man is in need of the boat to sail away. അങ്ങനെ ഡിസോർഡർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് താഴത്ത് ഇത് എടുത്ത് എഴുതണം. എ ബോയ് കം ടു പ്ലേ വിത്ത് ദ ട്രീ എവറി ഡേ. അല്ലേ, ഫസ്റ്റ് മൊമെൻ്റ് അതാണ്. പിന്നീട് സംഭവിച്ചത് ഓരോന്നായിട്ട് അങ്ങോട്ട് എടുത്ത് എഴുതണം. അപ്പോൾ നമുക്ക് ആദ്യം അതവിടെ അടയാളപ്പെടുത്താം, പിന്നെ അത് നിങ്ങൾ അവിടേക്ക് എഴുതി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ കറക്റ്റ് ഓർഡറിൽ അവിടെ നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് വരുന്നത് എ ബോയ് കം ടു പ്ലേ വിത്ത് ദ ട്രീ എവറി ഡേ. സെക്കൻഡ് വരുന്നത് ഏതാണ്? ഹി എൻജോയ് ദ ട്രീസ് കമ്പനി ആൻഡ് ലവ്സ് ടു ക്ലൈംബ് അപ്പ്. മൂന്നാമത്തത് വരുന്നത് ഏതാണ്? ആസ് ദ ബോയ് ഗ്രോ ഓൾഡർ ഹി വിസിറ്റ് ദ ട്രീ ലെസ് ഫ്രീക്വൻ്റ്ലി. അല്ലേ, അങ്ങനെ ഞാൻ അടയാളം ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ താഴേക്ക് എടുത്ത് എഴുതി അതിൻ്റെ ആൻസറായി. ഇത്രയാണ് ഈ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആക്ടിവിറ്റീസും ആൻസേഴ്സും. അപ്പോൾ ചെറിയ ആക്ടിവിറ്റീസാണ്, മുഴുവനായിട്ടും കാണുക. ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓൾ ദി ബെസ്റ്റ്.